സുറാബീസ് ഡെയിലി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ വന്നിരിക്കുന്നത് ഒരു മസാല മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് മുട്ടകൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു സ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇതൊന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഇതൊക്കെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടയിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട സൈഡ് ഇങ്ങനെ ചീന്തി കൊടുക്കാം കേട്ടോ. ചുറ്റോടിയിട്ടും ചീന്തി കൊടുക്കുക. ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ മതി കത്തി കൊണ്ട്. എന്നാലാണ് മുട്ടേൻ്റെ ഉള്ളിലേക്ക് നല്ലതായിട്ട് മസാല പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് മുട്ടേൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പകുതി മസാലയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ബാക്കി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പം അതിലേക്ക് എല്ലാം പിടിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, എന്നിട്ട് നമുക്ക് ഒന്ന് ഒരു പച്ചമണം വന്നിട്ട് വഴറ്റിയെടുക്കാം. ഇത് എണ്ണയിൽ ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ രുചിയും ഒക്കെ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കളർ കിട്ടാനും കൂടി വേണ്ടിയാണ്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം മുട്ട ചെയ്തിട്ടിട്ടുണ്ട്. എടുത്ത് വെച്ച മസാലയും അതിൻ്റെ മേലെ കൂടെ കുറച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിരിച്ച് മറിച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് അടിവശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റേ വശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇന്നും കുറച്ചും കൂടി മസാല അതിൻ്റെ മേലെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി കുറച്ചൊരു മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ 4 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ മസാലയൊക്കെ അടുക്കി പിടിക്കാണ്ട് നല്ല രീതിയിൽ മുട്ടയിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ മസാല മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ബ്രെഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മുട്ട റോസ്റ്റും കൂടി കൂട്ടി കഴിക്കുന്നത്. ഇപ്പോൾ പാനിൽ എണ്ണയൊന്നും വെച്ചിട്ടില്ല, വെറുതെ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നു കേട്ടോ. ഒന്ന് മുരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇത് നമുക്ക് വൈകുന്നേരം ചായക്കോ 10 മണിക്ക് സ്നാക്സായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മുട്ട ഇതുപോലെ മസാല മുട്ട ആക്കിയിട്ട് ചൂട് ബ്രെഡിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ, കമൻറ്റ് അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.